ഓക്കെ, അപ്പം ഈ ഒരു ഡാഷ്ബോർഡ് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നാണ്. ഓക്കെ, നമുക്ക് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ റൺ ചെയ്യുന്നത് ജാങ്കോ സെർവറിലാണ്. തൽക്കാലം ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള ഡാഷ്ബോർഡാണ്. ഇങ്ങോട്ടേക്കാണ് നമുക്ക് എത്തേണ്ടത്. ഇത് കംപ്ലീറ്റ് ബൂട്ട് സ്ട്രാപ്പിൽ ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ്. സോ ഞാൻ HTML നോർമൽ HTML എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഫോൾഡർ ഉണ്ടാക്കുകയാണ് HTML എന്ന് പറഞ്ഞിട്ട്. ഇതിൽ ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ തുറക്കുകയാണ് ഈ സാധനം. ഒരു പുതിയ ഫയൽ ഉണ്ടാക്കുന്നു, index.html. ഞാൻ ലൈവ് സെർവർ റൺ ചെയ്യിക്കുന്നു. ബ്ലാങ്ക് പേജ് ആണ്. ആസ് യു ക്യാൻ സി, ഇവിടെ ഞാനൊരു നോർമൽ സാധനം എടുത്തിട്ട് ഇവിടെ നമ്മളുടെ കംപ്ലൈൻസ് നോവ ഹാർഡ്വെയർ അങ്ങനെയാണ് ഇതിന്റെ ടൈറ്റിൽ കിടക്കുന്നത്. സോ കംപ്ലൈൻസ് നോവ എന്ന് പറഞ്ഞ് തൽക്കാലം ഞാൻ ടൈറ്റിൽ ഇട്ട് കൊടുത്തു. നമുക്ക് അടുത്തത് ഡിസൈൻ ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് വേണ്ടത് സ്റ്റൈൽസ് .css ആണ്. അതവിടെ നിൽക്കട്ടെ. പിന്നെ നമുക്ക് ബൂട്ട് സ്ട്രാപ്പ് വേണം. സോ അതിന് മുന്നേ ഈ styles.css എനിക്ക് ലിങ്ക് ചെയ്യണം. സോ ലിങ്ക് CSS styles.css-ലാണ് നമ്മൾ ലിങ്ക് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇത് മൈ സ്റ്റൈൽസ് ആണ്. മൈ സ്റ്റൈൽ ജസ്റ്റ് കമന്റ് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ബൂട്ട് സ്ട്രാപ്പ് 5 ആണ്. സോ ബൂട്ട് സ്ട്രാപ്പ് 5 എന്ന് പറയുന്നതിന്റെ ഏതോ ഒരു സീരീസ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കുക തന്നെയാണോ. ജസ്റ്റ് ബൂട്ട് സ്ട്രാപ്പ് 5 സെർച്ച് ചെയ്യാം. അയ്യോ എന്തത്. ഓക്കെ, 5.3.3. ഓക്കെ ഫൈൻ, അത് വന്നു. ഇനി നമുക്ക് അതിന്റെ തന്നെ സ്ക്രിപ്റ്റ് വേണം ബൂട്ട് സ്ട്രാപ്പിന്റെ. സോ ഞാൻ താഴെ വന്നിട്ട് സ്ക്രിപ്റ്റ് src ഇട്ട് കൊടുത്തു. നമുക്ക് jQueryയും കൂടെ വേണം. മെനൂസിന്റെ ഒക്കെ സാധനങ്ങൾ വർക്ക് ചെയ്യാൻ jQuery വേണം. jQuery CDN. സോ jQuery CDN-ൽ വരിക, jQuery-ൽ വരിക, jQuery-ന്റെ അൺകംപ്രസ്ഡ് കോപ്പി ചെയ്യുക, നേരെ ഇവിടെ കൊണ്ടുപോയിടുക. സോ ബൂട്ട് സ്ട്രാപ്പും jQuery കണക്ട് ആയിട്ടുണ്ട്. ഡൺ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഡിസൈൻ ചെയ്ത് തുടങ്ങുന്നുള്ളൂ. അപ്പൊ ഇത് നമുക്ക് ഇനി ആവശ്യമില്ല. ഇത് നോക്കാം നമുക്ക്. നമ്മളുടെ പേജിന്റെ ഒരു ഈ ലെങ്ത്തിലെ കണ്ടന്റ് വരുന്നുള്ളൂ. സോ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരു div ഇടുകയാണ്. divന്റെ ക്ലാസ് കണ്ടെയ്നർ എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, കണ്ടെയ്നർ മാത്രമല്ല അതിനകത്ത് എനിക്ക് ഓക്കെ, സോ എനിക്ക് ബോഡിക്ക് ഞാൻ ഒരു ക്ലാസ് കൊടുക്കുകയാണ്. BG Lite എന്ന് പറഞ്ഞ ക്ലാസ് തന്നെ കൊടുത്തേക്കാം. സോ ഇപ്പൊ എന്താ സംഭവിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ ഫൈൻ, ഇവിടെ എന്തോ സംഭവം വന്നു കിടക്കുന്നുണ്ട്. അതെന്താണ്? സ്റ്റൈൽ ഷീറ്റ് ഇന്റഗ്രിറ്റി അനോണിമസ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ എവിടെയോ എന്തോ മിസ്സാക്കിയിട്ടുണ്ടല്ലോ. ഓക്കെ, ഇതെന്താ സംഭവം? അപ്പോൾ നമ്മൾ 2 പ്രാവശ്യം ബൂട്ട് സ്ട്രാപ്പിന്റെ ഇത് കോപ്പി ചെയ്തു. ബൂട്ട് സ്ട്രാപ്പ് CDN. സോ നമുക്ക് ഇത് മാത്രം മതി. ഈ ലൈനിൽ വൺസ് ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ അത് പോയി. ബട്ട് ലാസ്റ്റിലേക്ക് എന്താ പറ്റി? ഇതെന്താ സാധനം? ഇവിടെ ഒരു സാധനം നടക്കുന്നുണ്ട്. ഈ സ്ക്രിപ്റ്റിനുള്ള ടാഗ് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന്റെ HTML ഒക്കെ ഒന്ന് നടക്കണം. ഓക്കെ ഫൈൻ. ഓക്കെ, അത് പോയിട്ടുണ്ട്. സോ BG ഞാൻ ലൈറ്റ് കൊടുത്തു. BG ലൈറ്റ് നമുക്ക് എന്താ ഇവിടെ സംഭവിച്ചതെന്ന് തുറന്നു നോക്കാം. ഇവിടെ നമ്മളെ ഹെഡിനകത്ത് അല്ല ബോഡിക്കകത്ത് BG ലൈറ്റ് ഉണ്ട്. BG ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അതിന്റെ കളർ. ഓക്കെ, BG ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് അതിന്റെ കളർ. അപ്പൊ ഈ കളർ അവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഫൈൻ, ഇതിപ്പോ എന്തായാലും വൈറ്റ് അല്ല. വൈറ്റ് ആണെങ്കിൽ ഇങ്ങനെയല്ല ഉണ്ടാവുക. സോ BG ലൈറ്റ് അവിടെ വന്നു. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് കണ്ടെയ്നർ ആണ്. കണ്ടെയ്നറിന്റെ അകത്ത് BG വൈറ്റ് ആണ് വരുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ കണ്ടെയ്നർ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നമ്മൾ അത് കാണുന്നില്ല. ഈ കണ്ടെയ്നറിന് ഞാൻ ഈ ബോഡിക്ക് ഞാൻ ഒരു പാഡിങ് കൊടുക്കുകയാണ്. P5 എന്ന് പറഞ്ഞിട്ട്. P5 അല്ല, Y5, അതായത് Y ആക്സിസിൽ വെർട്ടിക്കൽ പാഡിങ് ഞാൻ 5 ഇട്ട് കൊടുത്തു. സോ മുകളിലേക്കും താഴേക്കും ഒരു 5 പാഡിങ് നമുക്ക് കിട്ടും. 5 പിക്സൽ അല്ല, 5 P5 എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 5 REM എന്നുള്ള വാല്യൂ ആണെന്നുള്ളത് തോന്നുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് നോക്കാം, പിന്നെ നോക്കാം. ഓക്കെ ഫൈൻ. അപ്പൊ
അപ്പം അത്രയും കാര്യങ്ങൾ അവിടെ കൊടുത്തു. ഇനി നമുക്ക് എന്താ വേണ്ടത് ഇതിനകത്ത്? ഇവിടെ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു സാധനം വേണം. ഇങ്ങോട്ടേക്ക് ഒരു സാധനം വേണം. മുകളിൽ കുറച്ച് ഐക്കൺസ് വേണം. ഈ ഐക്കൺസിന്റെ കേസ് അവിടെ നിൽക്കട്ടെ, നമുക്ക് ലാസ്റ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു സ്ട്രക്ചർ ഫസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. സോ അതിന് വേണ്ടിയിട്ട് അതിന് മുന്നേ നമുക്ക് ഈ ബോക്സ് നോക്കിയാൽ നമുക്ക് കാണാം അതിന്റെ ഒരു ചെറിയൊരു ഷാഡോ ഒക്കെ ഉണ്ട് അല്ലെ? സോ ഞാൻ ഷാഡോ എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ആഡ് ചെയ്യുക. പിന്നെ ഇതിന്റെ കോർണേഴ്സ് ഒക്കെ കുറച്ച് റൗണ്ടഡ് ആണ്. സോ ഞാൻ റൗണ്ടഡ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് ആഡ് ചെയ്യും. എനിക്ക് തോന്നുന്നു ഞങ്ങൾ റൗണ്ടഡ് 3 അങ്ങനെ എന്തോ ഒരു സാധനം ആഡ് ചെയ്തു. ഒന്ന് നോക്കട്ടെ. ഇല്ല, റൗണ്ടഡ് തന്നെ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫൈൻ. റൗണ്ടഡ് ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണ്? ഇവിടെ നമ്മൾ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഒന്നും കാണാൻ പറ്റില്ല, കാരണം നമ്മൾ ഇതിനകത്തൊന്നും എഴുതിയിട്ടില്ല. ഇനി ഞാൻ എന്തെങ്കിലും ഒന്ന് വെറുതെ ടൈപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അവിടെ വന്നു കണ്ടോ, ഒരു ചെറിയ ബോക്സ് ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഈ ഒരു പീസും ഈ ഒരു പീസും ആക്കി മുറിക്കണം. സോ നമുക്ക് ഓക്കെ, നമ്മൾ വെറുതെ രണ്ട് ഡിവ് ഇടുകയാണെന്നുണ്ടെങ്കിൽ താഴെ താഴെ വരുള്ളൂ. ലൈക്ക് ഒരു നിങ്ങൾക്ക് അറിയാലോ, ബ്ലോക്ക് കണ്ടന്റ്സ് ആണ് ഡിവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഒരു ഡിവിന്റെ താഴെ അടുത്ത ഡിവ് വരുള്ളൂ. പക്ഷെ നമുക്ക് രണ്ടും ഒരേ ലൈക്ക് ഒന്ന് ഇവിടെയും പിന്നെ ഒന്ന് ഇവിടെയും വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയൊരു ഡിവ് ഇടണം, റോ എന്ന് പറഞ്ഞിട്ട്. കണ്ടില്ലേ? റോ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിവ് ഇട്ട് കഴിഞ്ഞിട്ട് അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് പാർട്ടീഷൻ ആക്കി എടുക്കുക. ഒരു പീസ് ഇവിടെയും കൊടുക്കണം, ഒരു പീസ് ഇവിടെയും കൊടുക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും, ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു പീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ പീസിന്റെ അകത്ത് നമുക്ക് ആക്ച്വലി ഒരു ഓക്കെ, ബൂട്ട്സ്ട്രാപ്പിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു പേജിനകത്ത് അല്ലെങ്കിൽ ഒരു ഡിവിനകത്ത് മൊത്തം 12 കോളംസ് ആണ് ഉണ്ടാവുക. 12 കോളംസ്. സോ ആ 12 കോളംസിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് ബൂട്ട്സ്ട്രാപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ എനിക്ക് ഇവിടെ ആക്ച്വലി ഒരു 12 ആകുമ്പോൾ ഈ ഒരു സെക്ഷൻ 12ൽ ഒരു 3ഉം ബാക്കി 12 3 പോയാലുള്ള 9 എന്ന് പറയുന്ന കോളംസ് ഇവിടെയും വരണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഞാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ് ഡോട്ട് കോൾ 3 എന്ന് പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ താഴെ ഞാൻ കോൾ 9, 12 മൈനസ് 3 9 ആണ്, അതും പറഞ്ഞു കൊടുത്തു. കോൾ 9 അല്ല, ഡിവ് കോൾ 9 എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡിവ് കോൾ 3 ഇതില്ലേ, ഇതിനകത്ത് നമുക്ക് എന്ത് വേണം? നമുക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഈ ഒരു കളർ ആയിരിക്കണം, ഈ ഒരു കളർ ആയിരിക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന് BG, ഓക്കെ, നിങ്ങൾക്ക് കളേഴ്സ് അറിയില്ലാന്നുണ്ടെങ്കിൽ വെറുതെ ബൂട്ട്സ്ട്രാപ്പിൽ വന്നിട്ട് കളേഴ്സ് അടിച്ചാൽ മതി, അവിടെ അങ്ങനെ വന്നോളും. നമുക്ക് വേണ്ട കളർ നോക്കിയെടുക്കുക. സെക്കൻഡറി എംഫോസിസ്, ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കളറാണ്. ടെക്സ്റ്റ് സെക്കൻഡറി എംഫോസിസ് ആണ്. സോ ഞാൻ ഇവിടെ BG എന്ന് കൊടുത്തിട്ട് സെക്കൻഡറി എംഫോസിസ് കൊടുക്കുക. ഈ ടെക്സ്റ്റ് ഞാനങ്ങ് മായ്ച്ചു കളയാം. ടെക്സ്റ്റിന് വേണമെങ്കിൽ ടെക്സ്റ്റ്, ബാക്ക്ഗ്രൗണ്ടിന് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ കൊടുക്കാൻ വേണ്ടി പറ്റും. കൊടുത്തു. ഇതൊന്നും നിങ്ങൾക്ക് ഇവിടെ ഇപ്പൊ കാണാൻ പറ്റില്ല കേട്ടോ, പക്ഷെ എല്ലാം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഒക്കെ റെഡിയാവും. കാരണം നമ്മൾ കണ്ടന്റ് ഇൻസേർട്ട് ചെയ്യാതെയും കൊണ്ട് വരാത്തത്. വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ടൈപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾക്ക് കണ്ടോ അവിടെ വന്നിട്ടുണ്ട്, പക്ഷെ ഇവിടെ BG കളർ വന്നിട്ടില്ല. നിങ്ങൾക്ക് കോളം സ്പ്ലിറ്റ് ആയത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. പക്ഷെ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് സെക്കൻഡറി എംഫസിസ് എന്ന് പറയുന്നത് വന്നിട്ടില്ല. ഞാൻ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സെക്കൻഡറി എന്ന് മാത്രം ഒന്ന് കൊടുത്തു നോക്കാം. അപ്പൊ ഈ ഒരു കളർ വന്നു. ഓക്കെ, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ നോക്കട്ടെ. എക്സാമ്പിൾസ് CSS സെക്കൻഡറി സക്സസ്. നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു കളർ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയണേ, ഒരു കളർ ഇവിടെ ആഡ് ചെയ്യാം. ലൈക്ക് നിങ്ങൾക്ക് ഒരു കളർ ആഡ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞാൽ കളർ നിങ്ങൾക്ക് ഇങ്ങനെ ആഡ് ചെയ്യാം. ഒരു കോളൻ ഇടുക, റൂട്ട് എന്ന് എഴുതുക. എന്നിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് മൈ അല്ലെങ്കിൽ നോവ സെക്കൻഡറി കളർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ മുന്നേ നിങ്ങളൊരു 2 വര ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ അത് എന്തായിക്കോളും, ഒരു വേരിയബിൾ ആയിട്ട് സ്റ്റോർ ചെയ്യും. നമുക്ക് ഇതിന്റെ ഒരു കളർ നമുക്കൊരു 0#0C കൊടുക്കാം. ഓക്കെ, അപ്പം ഒരു ബ്ലാക്ക് പോലത്തെ കളർ അവിടെ വന്നു. ഇനി ഇത് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. ഞാനൊരു ഓക്കെ ഇത് കൊടുക്കാം. ഇത് ഒന്നും കൂടെ ബ്ലാക്ക് ആകുന്നത്തെ ഒരു കളർ പോലെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ കൊടുത്തു. ഇനി ഞാൻ താഴെ അവിടെ വന്നിട്ട് ക്ലാസ് ക്ലാസ് അല്ല, ഡോട്ട് നോവ സെക്കൻഡറി കളർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഞാൻ വേരിയബിൾ ആണ്, ഇതാണ് ആ വേരിയബിൾ പറഞ്ഞു കൊടുത്തു. നിങ്ങൾക്ക് ഇത് എത്ര പ്രാവശ്യം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇവിടെ കളർ മാറ്റി കൊടുത്താൽ മതി, ഈ കളർ മാറിക്കോളും. ഓക്കെ, ഫൈൻ. സോ ഈ സംഗതി ഞാൻ കോപ്പി ചെയ്തിട്ട് നേരെ നമ്മളുടെ BG സെക്കൻഡറി മാറ്റിയിട്ട് ഇത് ഇട്ട് കൊടുത്തു. ഇത് ഞാൻ കളർ മാത്രമേ ഇത് കൊടുത്തിട്ടുള്ളൂ. ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളറും കൂടെ ഞാൻ ഇത് തന്നെ കൊടുക്കുകയാണ്. ഓക്കെ,
ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ മാറിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഇതായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ അകത്തുള്ള കളർ നമുക്ക് എന്തായിരിക്കണം, ആക്ച്വലി വൈറ്റ് ആയിരിക്കണം. സോ നോവ പ്രൈമറി കളർ നമുക്ക് F5 വേണമെന്നില്ല, നമുക്ക് പ്യുവർ വൈറ്റ് കൊടുക്കാം, FF കൊടുക്കാം. സോ ഇത് ഞാൻ മാറ്റിയിട്ട് നോവ സെക്കൻഡറി അല്ല ഇത് പ്രൈമറി ആക്കുകയാണ്. സോ ദാറ്റ് ഇതിനകത്തുള്ള ടെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അത്രേ ഉള്ളൂ എന്റെ പരിപാടി. ഇതിന്റെ കോർണേഴ്സും നമ്മൾ റൗണ്ടഡ് ആക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇവിടെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ റൗണ്ട് ആയിട്ടുണ്ട്, പക്ഷെ ഇവിടെ റൗണ്ട് ആയിട്ടില്ല. അതിന് കാരണം പുതിയ ഡിവ് വന്നതും കൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ റോയിനകത്ത് നിങ്ങൾക്ക് ഒരു പാഡിങ് കൊടുക്കാം, P5 P3 കൊടുത്താൽ മതി. പക്ഷെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഗ്യാപ്പ് ഇവിടെ അങ്ങനെ വരും, അത്രേ ഉള്ളൂ. സോ അങ്ങനെ ഗ്യാപ്പ് വരുന്നത് നമുക്ക് കാണാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം കോപ്പി ചെയ്തിട്ട് ഇവിടെ മുകളിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ അത് കൊടുക്കണ്ട. ഓക്കെ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാവും, മൊത്തം കളർ മാറും, ഫുൾ മാറും. കണ്ടില്ലേ? സോ ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ ഇങ്ങനെ കൊടുക്കുക എന്നുള്ളതല്ല, ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ ഇവിടെ ഒരു റൗണ്ടഡ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ അതും റൗണ്ട് ആയി കിടക്കുന്ന പോലെ തോന്നി. ഓക്കെ, നമ്മൾ ആ ക്ലാസ് മായ്ച്ചു കളഞ്ഞു, കുഴപ്പമില്ല. നോവ സെക്കൻഡറി കളർ കോപ്പി ചെയ്യുന്നു, ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ അതും റൗണ്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇനി നമുക്ക് വേണ്ട, ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ റൗണ്ട് കാണണമെന്നുണ്ടെങ്കിൽ CSSനകത്ത് തന്നെ നിങ്ങൾക്ക് അതിന് വേണ്ടി അങ്ങനെ കോഡ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് ഇവിടെ ഒരു ഈ പറയുന്ന പോലെ ഒരു മെനു നമുക്ക് ആവശ്യമുണ്ട്. സോ മെനു എന്ന് പറഞ്ഞ സംഭവം ഞാൻ ഇവിടെ വന്നിട്ട് എടുക്കുക, നാവിഗേഷൻ ബാർ, നാവ് എന്ന് വെറുതെ ടൈപ്പ് ചെയ്യുക. ഇതിപ്പോ നിങ്ങൾക്ക് വെർട്ടിക്കൽ ആയിട്ടുള്ളതല്ല കിട്ടുന്നത്, താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെർട്ടിക്കൽ ആയിട്ടുള്ള നാവ് ബാർ ഇവിടെ കിട്ടും. കണ്ടില്ലേ? ഇതൊരു അൺഓർഡേർഡ് ലിസ്റ്റ് ആണ്. ഇത് ജസ്റ്റ് കോപ്പി ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് ഈ സാധനത്തിന് പകരം നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ള നാവ് ബാർ അവിടെ പേസ്റ്റ് ചെയ്യാം. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടി പറ്റും. ഇതിനകത്ത് ഈ ക്ലാസ് നാവ് ലിങ്ക് എന്നുള്ള സംഭവമല്ലേ, ആക്റ്റീവ്, ഇതൊക്കെ നമുക്ക് തൽക്കാലം മായ്ച്ചു കളയാം, ഒന്നും നമുക്ക് ആവശ്യമില്ല. ഡിസേബിൾഡ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇതിനകത്ത് ഏരിയ ഡിസേബിൾഡ് ഇതൊന്നും നമുക്ക് തൽക്കാലം ആവശ്യമില്ല. കറണ്ട് പേജ് നമുക്ക് തൽക്കാലം ആവശ്യമില്ല. ഇവിടെ നമുക്കൊരു href ഇട്ട് കൊടുക്കാം, ഒരു ഹാഷ് ഇട്ട് കൊടുക്കാം, മറ്റവന്മാരെ പോലെ തന്നെ. ഡൺ. ഇനി നമുക്ക് ഈ ക്ലാസ്സിനകത്ത് നമുക്ക് കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരുടെ ടെക്സ്റ്റിന്റെ കളർ നമുക്ക് വൈറ്റ് ആണെന്ന് പറഞ്ഞു കൊടുക്കണം. അതിന് മുന്നേ അത് അവിടെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. നോക്കുമ്പോൾ സമയത്ത് വന്നിട്ടില്ല, കണ്ടോ? ഇതൊക്കെ ജസ്റ്റ് href A എന്ന് പറഞ്ഞ ടാഗിനെ പോലെ കിടക്കണം. സോ നമുക്ക് ഇതിന്റെ nav അല്ലെങ്കിൽ മൈ അല്ലെങ്കിൽ നോവ nav ലിങ്ക് എന്ന് പറഞ്ഞ് ഞാൻ തൽക്കാലം കൊടുക്കുകയാണ്. കാരണം എനിക്ക് ഇതിന്റെ ഡെക്കറേഷൻ ഒക്കെ കളയാൻ വേണ്ടിയിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ്. സോ ഞാൻ ഒരു ഡോട്ട് നോവ nav ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ സാധനം ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞു കൊടുക്കുക കളറ് നോവ പ്രൈമറി കളർ ആണ്. ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ എന്ത് വേണ്ട, നമുക്ക് ടെക്സ്റ്റ് ഡെക്കറേഷൻ നമുക്ക് ആവശ്യമില്ല. ആ ടെക്സ്റ്റ് ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ ഈ അണ്ടർലൈൻ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, സോ ടെക്സ്റ്റ് ഡെക്കറേഷൻ നൺ എന്ന് പറഞ്ഞ് കൊടുത്തു. സേവ് ചെയ്യുന്നു, ഒന്ന് റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് ഒന്നും സംഭവിച്ചില്ലല്ലോ. ഓക്കെ, നോവ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. നോവ, അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും കോപ്പി പേസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പം അത് അവിടെ വന്നു. ഇനി ഈ നാവ് ലിങ്ക് എന്ന് പറഞ്ഞ സാധനം ആരാണ്? ഈ നാവ് ഐറ്റമിന്റെ ഐറ്റമിന്റെ ഉള്ളിലുള്ള ലിങ്ക് ആണ് നാവ് ലിങ്ക്. സോ ഈ നാവ് ഐറ്റത്തിന് ഞാൻ ഒരു സെക്കൻഡ് ഞാന് ഓഫീസിലാണ്, ഓഫീസിലേക്ക് വന്നിട്ടില്ല.
ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് യാ ഇതിന്റെ ഗ്യാപ്പ് കുറച്ച് കൂട്ടണം, ഇതിന്റെ മുകളിൽ നമുക്ക് കുറച്ച് സ്പേസ് വിടണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഈ nav item എന്നുള്ള സാധനം ഞാൻ കോപ്പി ചെയ്തെടുക്കുകയാണ്. അത് വന്നിട്ട് ഞാൻ nav item ഇട്ടു. ഇതിനകത്ത് ഞാൻ ഇതിന്റെ പാഡിങ് കുറച്ച്, ഓക്കെ, ഇതൊരു ശരിക്കും നമ്മൾ പാഡിങ് കൊടുക്കുകയല്ലേ, അപ്പൊ നമുക്ക് ഈ സാധനം കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ തിരിച്ചു ഇവിടെ വന്നിട്ട് ഈ nav items-ന്റെ മുകളിലൊക്കെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം, ഓൾട്ട് ഞെക്കി പിടിച്ച് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങളൊരു പി വൈ വെർട്ടിക്കൽ പാഡിങ്, പി വൈ നിങ്ങളൊരു 3 കൊടുക്കുക. സോ ഇവിടെ ആ പാഡിങ് വന്നു. നമുക്ക് ഇവിടെ എത്ര പാഡിങ് ഉണ്ട്? ഇത്ര പാഡിങ്ങേ ഉള്ളൂ. സോ നമുക്ക് ഇത്രയും വേണ്ട, കുറച്ച് കുറയ്ക്കാം, ഒരു PY2 കൊടുക്കാം, കാരണം മുകളിലും താഴെ പാഡിങ്. ഓക്കെ, ഫൈൻ. ഇതിപ്പോ കുറച്ചുകൂടെ സെറ്റ് ആണ്. ഇനി നമുക്ക് ഈ അൺഓർഡേർഡ് ലിസ്റ്റ് ശരിക്കും കുറച്ചും കൂടെ മുകളിൽ നിന്ന് താഴേക്ക് താഴാനുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ അകത്തുനിന്ന് empty മാർജിൻ ടോപ്പ് ഒരു 5 ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ അത് മുകളിൽ നിന്ന് കുറച്ച് താഴേക്ക് കാണും. ഇവിടെ ഉള്ള ലെങ്ത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, കാരണം ഇത് നമ്മൾ, ഓക്കെ, ഇത് നിങ്ങൾക്ക് ഫുൾ വിഡ്ത്ത് വേണം പറഞ്ഞ പോലെ. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കണ്ടെയ്നർ BG വൈഡ് റൗണ്ടഡ് ക്ലാസ് വിഡ്ത്ത് റോ, ഈ റോ അല്ല, അത് കഴിഞ്ഞിട്ട് ഓക്കെ, ഈ സാധനം ഇല്ലേ, ഇതിന്റെ ഹൈറ്റ് ഞാൻ 100 VH എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ, ഞാൻ ഇത് കോപ്പി ചെയ്യുന്നു. ഇത് ബൂട്ട്സ്ട്രാപ്പ് ക്ലാസ് അല്ല, ബൂട്ട്സ്ട്രാപ്പിൽ എന്തോ ഒരു ക്ലാസ് ഉണ്ട്, ഞാൻ ഓർക്കണില്ല. നിങ്ങൾ അത് കണ്ടുവിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. ഹൈറ്റ് 100 VH. VH എന്ന് പറഞ്ഞാൽ വ്യൂ പോർട്ട് ഹൈറ്റ് എന്ന അർത്ഥം. നമ്മൾ കാണുന്നതിന്റെ വ്യൂ പോർട്ട്, കാണുന്ന ഈ ഏരിയക്കാണ് നമ്മൾ വ്യൂ പോർട്ട് എന്ന് വിളിക്കുക. സോ ഈ ഹൈറ്റ് ഇല്ലേ, നമ്മൾ ഈ ബ്രൗസറിന്റെ ഹൈറ്റ് ഇല്ലേ, ആ ഹൈറ്റ് ഇവിടെ വരിക. ഇത് കുറച്ച് എക്സ്ട്രാ താണുപോയി, കണ്ടോ, ഇത്രയും കുറച്ചും കൂടെ താണുപോയി. സോ എനിക്ക് ഇത്രയും വേണ്ട, അതിന് വേണ്ടിയിട്ട് ഞാൻ 100 കുറച്ച് ഒരു 80 കൊടുത്തു. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ അറിയാം, കണ്ടോ, കറക്റ്റാ. നമുക്ക് ഇവിടുത്തെ സ്ക്രോൾ ബാർ ഇൻ കേസ് വരികയാണെങ്കിൽ നമുക്കത് ഒഴിവാക്കണം. അത് വരൂല, എന്നാലും നമുക്കത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കോഡ് ചെയ്യാൻ പറ്റും. ലൈക്ക് നോ സ്ക്രോൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നോ സ്ക്രോളിന്റെ ക്ലാസ് നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? ഓവർഫ്ലോ ഹിഡൻ എന്ന് പറഞ്ഞ് കൊടുക്കാം. അതൊന്നും ബൂട്ട്സ്ട്രാപ്പിൽ ഉള്ളതല്ല കേട്ടോ. കൊടുത്തു. ഇനി നമുക്ക് ഇതിന്റെ അതുപോലെ തന്നെ ഹൈറ്റ് എന്താക്കണം? ഓക്കെ, ഇവിടെ നമ്മൾ ഹൈറ്റ് കൊടുത്തത് എത്രയാണ്? 100 എന്നാണ്, 100 VH എന്നാണ് കൊടുത്തത്. നമുക്ക് പക്ഷേ 80 VH ഹൈറ്റ് ഉള്ളൂ. സോ ഞാൻ അത് മാറ്റിയിട്ട് 80 VH-ൻ്റെത് വേറെ തന്നെ കൊടുക്കുകയാണ്. 80 VH എന്ന് പറയുന്നത് 80 ആണ്, 100 VH എന്ന് പറയുന്നത് 100 ആണ്, കാരണം നമുക്ക് 100 ആവശ്യമുണ്ട്. ഓക്കെ, സോ ഇതിപ്പോൾ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. നമ്മൾ അവിടെ ക്ലാസ് മാറ്റി, ഇവിടെ സീസസും മാറ്റി. ഇനി ഇവന്റെ പ്രശ്നം കണ്ട, ഇവൻ ഇവിടെ എന്താ വേണ്ടേ? ഇവൻ ഇവിടെ ഇത്രയും ഈ ഫുൾ ലെങ്ത്തിൽ ഇവനെ ഇവിടെ കാണണം. അതാണ് ഇവന്റെ അടുത്ത പ്രശ്നം. നമ്മൾ ഇവിടെ കാണുന്നത് പോലെ അവനെ നമുക്ക് എന്ത് ചെയ്യണം? ഫുൾ താഴെ വരെ വേണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ വന്നു. എന്നിട്ട് ഇതിനകത്ത് ഞാൻ ഈ 80 VH അല്ലായിരുന്നു ഇതിന്റെ ഹൈറ്റ്. സോ ഇതിന്റെ ഹൈറ്റ് എനിക്ക് എന്ത് വേണം? 80 VH വേണം. ഇതിന്റെ ഹൈറ്റ് എനിക്ക് 80 VH എന്ന് വേണമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ അങ്ങനെ കൊടുക്കാൻ പാടില്ല, കാരണം എനിക്ക് ഇതിന്റെ ഫുൾ ഹൈറ്റിലാണ് വേണ്ടത്, 80 VH അല്ല, ഫുൾ ഹൈറ്റിലാണ് വേണ്ടത്. സോ ഞാൻ ജസ്റ്റ് നമ്മളുടെ ഇതാണ് ആ റോ അല്ലെ, ഞാൻ H-100 എന്ന് പറഞ്ഞു കൊടുത്തു. H100, ഐ തിങ്ക് H100 എന്ന് പറഞ്ഞൊരു ക്ലാസ് അതിൽ ഇല്ലാന്ന് തോന്നുന്നു. മേ ബി എന്റെ കൺസെപ്റ്റ് തെറ്റാവാനും ചാൻസ് ഉണ്ട്. നോക്കാം. H100 ഹൈറ്റ് 100% ആണ്. സോ അതിലത് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് മറ്റേ തന്നെ കൊടുത്തു നോക്കാം. ഏതാ? ഹൈറ്റ് 80 VH. ഓക്കെ, ഹൈറ്റ് 80 VH-ൽ അത് വർക്കായി. അപ്പൊ താഴെ വരെ വന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് വേണ്ടത് എന്താ? ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ലിങ്ക്സ് ഒരു പൊടിക്ക് റൈറ്റിലേക്ക് നീങ്ങാനുണ്ട് അല്ലെ? അവിടെ നോക്കി, ഒരു പൊടിക്കുന്ന റൈറ്റിലേക്ക് നീങ്ങാനുണ്ട്. സോ ഞാൻ ഇതിന് ഈ ലിങ്ക്സിന്റെ അടുത്ത് വന്നിട്ട് ഇത് PY നമ്മൾ ഇട്ട് കൊടുത്തു. ഞാൻ PY2 കൊടുക്കുന്നു, ഞാൻ P2 കൊടുക്കാം, കാരണം ലെഫ്റ്റും റൈറ്റും കുറച്ച് നീങ്ങിക്കോട്ടെ എന്നുള്ള രീതിയിൽ P2 കൊടുത്തു നോക്കാം നമുക്ക്. ഓക്കെ, ഇപ്പൊ അത് കുറച്ചൊന്നും ഇങ്ങോട്ട് നീങ്ങിയാണ്ടല്ലേ, ലെഫ്റ്റിലേക്ക് നീങ്ങിയില്ലേ. ഇനി ഇത് ഹോവർ ചെയ്യുന്ന സമയത്ത് ഇതിന് കുറച്ച് വ്യത്യാസങ്ങൾ വരണം. സോ അതിനുവേണ്ടി ഈ nav ഐറ്റം ഞാൻ കോപ്പി ചെയ്യുന്നു, ഇവിടെ വരുന്നു. nav ഐറ്റം നമ്മൾ മുന്നേ കൊടുത്തിട്ടില്ല. സോ ഡോട്ട് nav ഐറ്റം ഹോവർ, സ്യൂഡോ എലമെന്റ് ആണ്, ഹോവർ. ഓക്കെ,
ഇപ്പം ഹോവർ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് വരുന്നത് സെക്കൻഡറി കളർ ആണ്. സെക്കൻഡറി കളർ എന്ന് പറഞ്ഞ കളർ ഇതിനകത്ത് ഇല്ല. സോ ഞാൻ ജസ്റ്റ് ഇത് കോപ്പി ചെയ്തിട്ട് സെക്കൻഡറി കളർ ഏതോ ഒരു കളർ വന്നിട്ടുണ്ട് നോക്കാം. ഇത് ഹോവർ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഇപ്പൊ കളർ ഒന്നും കാണുന്നില്ല. ഉം. എനിക്ക് തോന്നുന്നു നമുക്കൊരു വൈറ്റ് പോലത്തെ കളർ കൊടുത്തു നോക്കാം. F1 F1 F1. ഓ, ബാക്ക്ഗ്രൗണ്ട് കളറാണ് നമ്മൾ മാറ്റിയിട്ടില്ല. നമ്മൾ മാറ്റണ്ടേ, നോക്കട്ടെ. വൈറ്റ് മേ ബി ഒരു ഇമ്പോർട്ടന്റ് കൊടുത്താൽ വർക്ക് ചെയ്യുമായിരിക്കും. കേഴ്സർ പോയിന്റർ കേഴ്സർ പോയിന്റർ വർക്ക് ആയിട്ടുണ്ട്. ബട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ എന്തുകൊണ്ടോ വർക്ക് ആയിട്ടില്ല. നോക്കാം, നമുക്ക് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ nav ഐറ്റം, ഇതിന്റെ പാഡിങ്, കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ എന്തുകൊണ്ട് വർക്ക് ആയിട്ടില്ല. എന്താ വർക്ക് ആവാത്ത റീസൺ? നോവ സെക്കൻഡറി കളർ. നോവ സെക്കൻഡറി കളർ ഉണ്ടോ? നോവ സെക്കൻഡറി കളർ ഉണ്ടല്ലോ. വേരിയബിൾ നോവ സെക്കൻഡറി കളർ എന്ന് പറഞ്ഞാൽ 2F നോവ സെക്കൻഡറി കളർ 2 വർഷം. ഓക്കെ, നോവ സെക്കൻഡറി കളർ നമ്മൾ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് അത് വർക്ക് ആവാത്തത്. സെയിം കളറാണ് വരുന്നത്, അതുകൊണ്ടാണ്. സോ നമ്മൾ ആക്റ്റീവ് കളർ എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ ഹോവർ എന്നുള്ള സംഭവം എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആക്റ്റീവ് കളർ നിങ്ങൾ ഇത് ക്ലോസ് ചെയ്യുക, ഇവിടെ വരിക. കണ്ടോ, ഇപ്പൊ മാറിയത് കണ്ടില്ലേ? സോ നമുക്ക് വേണ്ട കളർ ഇതല്ല, നമുക്ക് നോവന്റെ ഈ ഒരു കളറാണ് വേണ്ടത്. ഈ ഒരു കളർ, ഈ ഒരു ഫേവ് ഐക്കണിന്റെ മുകളിലുള്ള ഈ കളർ. അപ്പൊ അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആ കളറിന്റെ കോഡ് ഇതാണ്. ആ കളറിന്റെ കോഡ് പോയി, അത് കോപ്പി ചെയ്തിട്ടുണ്ട്. അതാണ് ആ കളറിന്റെ കോഡ്. സോ ആ കോഡ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നു. ഡൺ. ഇനി നിങ്ങൾ ഇവിടെ വരിക, റീഫ്രഷ് ചെയ്യുക. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ആ കളർ അവിടെ വന്നു. കണ്ടോ? അപ്പം നമ്മളുടെ എന്ത് ഏരിയ സെറ്റായി? ഈ ലെഫ്റ്റ് സൈഡ് ഏരിയ സെറ്റായി അല്ലെ? ഇനി നമുക്ക് ഈ കോൾ 9 നമ്മൾ ഈ സംഭവം ഇട്ട് വെച്ചതുണ്ട്. ഈ ഏരിയയാണ് അടുത്തതായിട്ട് നമ്മൾ കോഡ് ചെയ്യേണ്ടത്. സോ ഇത്ര ഏരിയ, ഈ ഒരു ലെഫ്റ്റ് സൈഡ് ഏരിയ സെറ്റ് ആയിട്ടുണ്ട്. ഈ റൈറ്റ് സൈഡ് ഏരിയ ഇവിടെ ബ്ലാങ്ക് ആണ്. ഇവിടെയാണ് നമുക്ക് വേണ്ട രീതിക്കുള്ള കണ്ടന്റുകൾ നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു സെക്കൻഡ്, ഇപ്പോൾ ഒരു മെസ്സേജ് വന്നു അത്യാവശ്യമായിട്ട്. ഒരു സെക്കൻഡ്. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞു നിർത്തി. ഈ സാധനങ്ങൾ. അപ്പൊ ഇത് വർക്കായി. ഇനി ഈ ഏരിയയിലാണ് നമുക്ക് വേണ്ട പൈത്തണിന്റെ അകത്ത് നമ്മൾ ബാക്ക് എൻഡിൽ കൊണ്ടുവരുന്ന കണ്ടന്റുകളും സ്റ്റാറ്റിക് കണ്ടന്റുകളും ഡൈനാമിക് കണ്ടന്റുകളും എല്ലാ സാധനങ്ങളും നമ്മൾ കൊണ്ട് ലോഡ് ചെയ്യേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ ഇതിൽ ഞാൻ തൽക്കാലം ഞാനൊരു ടേബിൾ ഇടുകയെന്ന് വിചാരിച്ചു. ലെറ്റ്സ് സേ ലൈക്ക് ഒരു ബൂട്ട് സ്ട്രാപ്പിൽ നിന്ന് നമുക്കൊരു ടേബിൾ എടുത്തിട്ടാണ്. ഇതൊരു ഇപ്പോഴത്തെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഈ ടേബിൾ ഞാൻ ഇവിടെ എടുത്തു. അതിനകത്ത് ഞാൻ ചുമ്മാ ചുമ്മാ മൈ ഒരു H1 ഇട്ട് കൊടുക്കാം അല്ലെ? H1 ഇട്ട് കൊടുക്കാം. മൈ ടേബിൾ മൈ ടേബിൾ എന്ന് പറഞ്ഞു കൊടുത്തു. താഴെ ഞാൻ ആ ടേബിൾ പ്ലേസ് ചെയ്യുന്നു. ഈ സംഗതികൾ ഞാൻ ഇത്രയും കോപ്പി ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ വന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ടേബിൾ കാണാം. ഇല്ല? ഓക്കെ, സേവ് ചെയ്തിട്ടില്ല. ടേബിൾ കാണാം. ഇനി നിങ്ങൾക്ക് ഞാൻ എന്താ ഇവിടെ താഴെ ഒരു HR കൂടെ ഇട്ട് വെക്കാം. ഹൊറിസോണ്ടൽ ലൈൻ കിടന്നോട്ടെ, മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇത്രയും കോപ്പി ചെയ്യുന്നു. എന്നിട്ട് ഞാനൊരു ഒരു 3 പ്രാവശ്യം ടേബിൾ ഞാൻ പേസ്റ്റ് ചെയ്തു. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ ടേബിൾ ഒരു പ്രാവശ്യം വന്ന്, 2 പ്രാവശ്യം വന്ന്, മൂന്നാമത്തെ പ്രാവശ്യം വന്നിട്ട് താഴേക്ക് എനിക്ക് പോകാൻ പറ്റുന്നില്ല. എനിക്ക് ഞാൻ സ്ക്രോൾ ചെയ്താലും പോകുന്നില്ല, എനിക്ക് താഴേക്ക് പോകാൻ പറ്റുന്നില്ല. സോ അതിന് റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ മുകളിൽ വരിക. ഇതിനകത്ത് ഡിവിഷൻ കോളം 9 മൈ ടേബിൾ ഇവിടെ വരിക. ഇവിടെ വന്നിട്ട് നിങ്ങൾ കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർഫ്ലോ വെർട്ടിക്കൽ അല്ലേ? സോ ഓട്ടോ എന്ന് മാത്രം കൊടുത്താൽ ചിലപ്പോൾ വരുമായിരിക്കും. ഇല്ല, ഓക്കെ ഫൈൻ. ഓട്ടോമാറ്റിക് അവിടെ വന്ന ചോയ്സ് ആയതുകൊണ്ട് ഞാൻ കൊടുക്കുകയാണ്. ഓവർഫ്ലോ വൈ എന്ന് പറഞ്ഞ് കൊടുത്തു. സ്ക്രോളിനും കൂടെ കൊടുക്കാം. ഇപ്പൊ അവിടെ എന്ത് വന്നു? സ്ക്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു. പക്ഷെ താഴേക്ക് അപ്പോഴും പോകുന്നില്ല. നിങ്ങൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, താഴേക്ക് കണ്ടന്റ് ലോഡ് ആയിട്ടില്ല. സോ ഓവർഫ്ലോ വൈ എന്ന് മാത്രം ഞാൻ കൊടുത്തിട്ട് ഈ സാധനത്തെ ഞാൻ കോപ്പി ചെയ്തിട്ട് ഞാൻ എന്റേതായിട്ട് തന്നെ സ്റ്റൈൽ ചെയ്യാം. അതാകുമ്പോൾ എനിക്ക് അറിയാലോ എന്തൊക്കെ ഞാൻ കൊടുക്കുന്നത്. ഡോട്ട് ഓവർഫ്ലോ വൈ ഓട്ടോ കൊടുത്തു. സോ ഇപ്പൊ അവിടെ വർക്ക് ചെയ്തിട്ടില്ല. ഓവർഫ്ലോ വൈ സ്ക്രോൾ കൊടുത്തു.
ഇവിടെ സ്ക്രോളിന്റെ ഓപ്ഷൻ വന്നു, പക്ഷെ ഇത് സ്ക്രോൾ ആവുന്നില്ല. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് സ്ക്രോൾ ആവുന്നുണ്ടായിരുന്നു. ലെറ്റ് മീ സീ വാട്ട് ഇസ് ദ പ്രോബ്ലം. ഇൻസ്പെക്ട്, ഈ ഒരു ഏരിയ ഇൻസ്പെക്ട് ചെയ്ത് നോക്കട്ടെ. ഓവർഫ്ലോ വൈ ഓട്ടോ ഹൈറ്റ് 80 VH. ഓക്കെ, നമ്മൾ ഇതിന്റെ ഹൈറ്റ് പറഞ്ഞു കൊടുത്തിട്ടില്ല. സോ ഞാൻ ഇതിന്റെ ഹൈറ്റ് ജസ്റ്റ് പറഞ്ഞു കൊടുക്കുകയാണ്. 80 VH ആണ് ഹൈറ്റ് എന്ന് പറഞ്ഞു. ഇതിവിടെ ആക്ച്വലി നമ്മൾ പറഞ്ഞ ആവശ്യമില്ല, കാരണം ഹൈറ്റ് 80 VH എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട്. സോ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഹൈറ്റ് 80 VH എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി ഞാൻ ഇവിടെ വന്ന് നോക്കുന്ന സമയത്ത് കണ്ടോ, അപ്പൊ 80 വ്യൂ പോർട്ട് ഹൈറ്റിന്റെ അകത്ത് ഈ സാധനം എന്ത് ചെയ്യും, സ്ക്രോൾ ആവും. ഇവിടുത്തെ സ്ക്രോൾ ബാർ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റൈലും കാര്യങ്ങളും ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഓപ്ഷൻ ഉള്ളത് ഇങ്ങനെ വന്നിട്ട് ജസ്റ്റ് വെബ് കിറ്റ് സ്ക്രോൾ ബാർ വിഡ്ത്ത് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 10 പിക്സലാണ് വിഡ്ത്ത്. ഇത് ഞാനൊരു 5 ആക്കാന്ന് വിചാരിച്ചു. കുറഞ്ഞില്ലല്ലോ, 1 പിക്സൽ വിഡ്ത്ത് 1 പിക്സൽ കുറഞ്ഞില്ല. നമുക്ക് മാക്സ് വിഡ്ത്ത് കൊടുത്തു നോക്കാം. ഇല്ല, കുറഞ്ഞില്ല. നോക്കാം, നമുക്ക് ഇതിനകത്ത് എന്താ കൊടുത്തതെന്നുള്ളത് ഞാൻ മറന്നു ആക്ച്വലി. കുഴപ്പമില്ല. നമുക്ക് വേണ്ടത് ഇതിന്റെ സ്റ്റൈൽ ഷീറ്റ് അല്ലേ. ഹെഡിൽ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ സ്റ്റൈൽ ഡോട്ട് സ്റ്റാറ്റിക്, ഈ സംഭവം ജസ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഒന്ന് ഇവിടെ ഇട്ട് നോക്കാം. 2 സ്ലാഷ് വേണ്ട, 1 സ്ലാഷ് മതി. ഓക്കെ, ഇതിൽ ഞാൻ സ്റ്റൈലിന് വേണ്ടി കൊടുത്തത് കസ്റ്റം സ്ക്രോൾ ബാർ ഹൈറ്റ് ഓവർഫ്ലോ ആയി ഓട്ടോ സ്ക്രോൾ ബാർ വിഡ്ത്ത് തിൻ, ഈ സാധനങ്ങൾ. ഇത് ഞാൻ ചാറ്റ് ജിപിടി എടുത്തിട്ടുള്ള കോഡാണ്. ഇത് കോഡ് ചെയ്യാൻ മടിയായിട്ട് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യാം. അപ്പൊ സ്ക്രോൾ ബാർ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാനുള്ള ഒരു CSS മെത്തേഡാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇപ്പൊ നമുക്ക് വേണ്ട, പോട്ടെ. അപ്പൊ ഈ സെക്ഷനും ഓക്കെ ആയി, ഈ സെക്ഷനും ഓക്കെ. അപ്പൊ ഇതാണ് നമ്മളുടെ ഓൾമോസ്റ്റ് UI. ഓക്കെ, ഫൈൻ. ഇതിന്റെ മുകളിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ സ്പേസിങ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഇവിടെ കുറച്ചും കൂടെ ഒന്ന് താഴേക്ക്, ഈ ഇതുപോലെ തന്നെ ഒന്ന് താഴേക്ക് വന്നിരുന്നെങ്കിൽ സെറ്റ് ആയിരുന്നു. സോ ഞാൻ index.html വന്നു. നമ്മളുടെ ഓവർഫ്ലോ വൈ ഹൈറ്റിന്റെ കൂടെ തന്നെ ഇവിടെ നമ്മൾ പാഡിങ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്രയാണ് നമ്മൾ പാഡിങ് കൊടുത്തത്? 2 അല്ല, ഈ ഹോമിനും ആക്റ്റീവിനും നമ്മൾ എത്ര പാഡിങ് കൊടുത്തേ? MT5 കൊടുത്തിട്ടുണ്ടായിരുന്നു, മാർജിൻ ടോപ്പ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ഇവിടെ മാർജിൻ കൊടുക്കുന്നില്ല, കാരണം എനിക്ക് താഴേന്ന് കുറച്ച് ഇങ്ങോട്ട് വേണമെന്നുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് P5 ആണ് കൊടുക്കുന്നത്. P5 അല്ല, P5 കൊടുത്താൽ ഓക്കെ, P5 ഇസ് ഫൈൻ. ബിക്കോസ് ഇവിടെ നിന്ന് നമുക്ക് അത്യാവശ്യം ഗ്യാപ്പ് കിട്ടി, ഇവിടെ നിന്നും ഗ്യാപ്പ് കിട്ടി, മുകളിൽ നിന്നും ഗ്യാപ്പ് കിട്ടി. ഇപ്പൊ അതൊരു കുഴപ്പമില്ലാത്തൊരു സ്റ്റാൻഡേർഡ് UI ആയിട്ട് മാറിയിട്ടുണ്ട് P5 കൊടുത്ത സമയത്ത്. ഓക്കെ, ഇനി നമുക്ക് മുകളിൽ ഇവിടെ കുറച്ച് ഐക്കൺസ് കാണുന്നുണ്ട് അല്ലേ. അപ്പൊ ഇത് ഞാൻ എടുത്തത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ഫോണ്ടോസം എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ഗൂഗിളിന്റെ ഒരു സാധനമുണ്ട്, ഗൂഗിൾ ഫോൺസിൽ കയറിയിട്ട് ഫോണ്ടോസം എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ. ലൈക്ക് ജസ്റ്റ് അതിന്റെ CDN ഇട്ടിട്ട് ചെയ്താൽ മതി. ഞാൻ മറ്റേ മെത്തേഡും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഇവിടെ വരിക. എന്നിട്ട് ഇവിടെ എനിക്ക് വേണ്ടത് എന്തൊക്കെയാണ്? ഇവിടെ എനിക്ക് വേണ്ടത് ലൈക്ക് ഈ ഒരു ഐക്കൺ വേണം. ലൈക്ക് ദിസ് ഇസ് എ ഗ്ലോബ്. സോ ഞാൻ ഇവിടെ ജസ്റ്റ് ഗ്ലോബ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യാം. ഇവിടെ വന്നു പബ്ലിക് എന്ന് പറഞ്ഞുള്ള സംഭവം, ഗ്ലോബ് വന്നിട്ടുണ്ട്. സോ ഈ ഗ്ലോബ് ജസ്റ്റിന്റെ കളർ ഞാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുക. എനിക്ക് വേണ്ടത് ബ്ലാക്ക് കളറാണ്. അല്ലെ, ഇവിടെ ബ്ലാക്ക് അല്ലേ കൊടുത്തിട്ടുള്ളത്, ബ്ലാക്ക് കളറാണ് വേണ്ടത്. സോ ഞാൻ ജസ്റ്റ് ഈ ഗ്ലോബിന്റെ കളർ ഞാൻ ബ്ലാക്ക് ആക്കുകയാണ്. FFF 000 ബ്ലാക്ക് ആക്കുന്നു. ഇതിന്റെ കോഡ് എനിക്ക് കോപ്പി ചെയ്യാം, SVG ഡൗൺലോഡ് ചെയ്യാം. ഞാൻ തൽക്കാലം SVG ആണ് ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കുക, SVG എന്ന് പറഞ്ഞിട്ട്. ആ ഫോൾഡറിലേക്കാണ് എനിക്ക് വേണ്ടത്. സോ ഇത് കോപ്പി ചെയ്തിട്ട് SVG കൊടുത്തിട്ട് ഗ്ലോബ് അങ്ങോട്ടേക്ക് കയറ്റി. പിന്നെ എനിക്ക് എന്താ വേണ്ടത്? ഹോമാണ് വേണ്ടത്. സോ ഞാൻ ജസ്റ്റ് ഹോം ഇങ്ങോട്ടേക്ക് കയറ്റുകയാണ്. സോ ഹോം എന്നുള്ള ഓപ്ഷൻ ടൈപ്പ് ചെയ്യുന്നു, ഇത് ക്ലിക്ക് ചെയ്യുന്നു, ഹോം കോപ്പി ചെയ്യുന്നു. ഇവിടെ ഞാൻ ഹോം കോപ്പി ചെയ്യല്ല, ഡൗൺലോഡ് ചെയ്യുന്നു, ഹോം അടിക്കുന്നു, അങ്ങോട്ട് ഹോം കയറി. ഇനി നമുക്ക് എന്താ വേണ്ടേ? ലോഗ് ഔട്ട് ആണ്. സോ ഇവിടെ ഞാൻ ലോഗ് ഔട്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. F00 റെഡ് ആണ് നമുക്ക് വേണ്ടത്. RGB അല്ലേ, RGB.
നോക്കാം. PNG അല്ല, സോറി, SVG ലോഗ് ഔട്ട് എന്നുള്ള പേരിൽ. ഇപ്പൊ റെഡ് പോലൊന്നും തോന്നുന്നില്ല. നമുക്ക് നോക്കാം ലോഗ് ഔട്ട് എന്ത് കളറിലാണ് വന്നിട്ടുള്ളത്. ഇത് ബ്ലാക്ക് കളറിൽ തന്നെയാണ് വന്നത്. അതെന്താ റെഡ് ആവാത്തെ? ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിയാലോ ഗൈസ്. റിഫ്രഷ് കറോ, ലോഗ് ഔട്ട് കളർ റെഡ് കൊടുത്തു. ഓക്കെ, വേറെന്തോ കളറാ, കുഴപ്പമില്ല. SVG ലോഗ് ഔട്ട് ഡൺ, പരിപാടി കഴിഞ്ഞു. ഇനി നേരെ ഇവിടെ വന്നു. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ട എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഏറ്റവും മുകളിൽ, അതായത് നമുക്കിത് വേണ്ടത് എവിടെ, ഇവിടെ അല്ലേ വേണ്ടത്. അതായത് ഈ റോ ഉണ്ടാക്കിയതിന്റെ മുകളിൽ എന്നാൽ കണ്ടെയ്നറിന്റെ താഴെ, അതായത് ഇവിടെ നമുക്ക് അവന്മാരെ വേണ്ടത്. സോ ഞാൻ ജസ്റ്റ് ഒരു ഡോട്ട്, നമുക്ക് എന്താ കൊടുക്കുക, ഫ്ലെക്സ്. ഓക്കെ, ഞാൻ ഫ്ലെക്സ് എന്നുള്ള കൺസെപ്റ്റ് ഇൻസെർട്ട്. ഓക്കെ, അത് പറയാൻ മറന്നുപോയി. ഈ കോൾ 3 കോൾ 9 ഈ സംഭവമല്ലേ, ഇതൊരു ഗ്രിഡ് അലൈൻമെന്റ് ആണ്, കോളം അലൈൻമെന്റ് ആണ്, ഗ്രിഡ് സിസ്റ്റം ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഇനി ഞാൻ കൊടുക്കാൻ പോകുന്നത് എന്താ പറയണത്, നമ്മളുടെ ഒരു ഫ്ലെക്സ് സിസ്റ്റം ആണ്. അതായത് എനിക്ക് ഇതിന്റെ ഡയറക്ഷൻസും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയ പോലെ മാറ്റാനൊക്കെ പറ്റും ഫ്ലെക്സിനകത്ത്. അതാണ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ജസ്റ്റ് ഡോട്ട് ഫ്ലെക്സ് എന്ന് പറയുമ്പോഴേ കുറെ ഫ്ലെക്സ് ആണ്. ആക്ച്വലി ഈ റോയിന്റെ അകത്തൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി അതിൽ കിടക്കുന്നുണ്ടാവും CSS. എനിവേ, അത് കൊടുത്തു, ഫ്ലെക്സ് കൊടുത്തു. ഈ ഫ്ലെക്സിനകത്ത് എനിക്ക് വേണ്ടത് ഐക്കൺസ് ആണ്. 3 ഐക്കൺസ് ഉണ്ട് നമുക്ക്. സോ ഞാൻ ഐക്കൺ 1 അല്ലെങ്കിൽ ഇമേജ് ആയിട്ടാണ് ഐക്കൺസിനെ ഞാൻ ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ഇമേജിനകത്ത് ഞാൻ ലിങ്ക് കൊടുക്കുക ചെയ്യാം. സോ IMG SRC ഇട്ട് കൊടുക്കുന്നു. SRCനകത്ത് ഞാൻ /SVG ഫസ്റ്റ് ഗ്ലോബിനെ വിളിച്ചു. എന്നിട്ട് ഇമേജ് ഉണ്ട്, ഇമേജിന് ഞാൻ ഒരു ലിങ്കിനകത്താക്കുന്നു. ആങ്കർ ടാഗ് എടുക്കുന്നു. ആങ്കർ ടാഗ് ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും ഇട്ട് കൊടുക്കുന്നു. കോപ്പി അല്ലെങ്കിൽ കട്ട് പേസ്റ്റ്. ഓക്കെ, ഇവിടെ വന്ന് നോക്കുന്ന സമയത്ത് ഇയാൾ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു എന്താ പറയണേ, നമ്മുടെ ആ ഒരു കണ്ടെയ്നറിന്റെ ഉള്ളിലാണ് അത് വന്നിട്ടുള്ളത് അല്ലെ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടെയ്നറിന്റെ പുറത്താണ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം എന്താ ചെയ്യേണ്ടത്. ഈ ഒരു കംപ്ലീറ്റ് ഡിവിഷനെ നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിന്റെ താഴെ ജസ്റ്റ് ഇങ്ങനെ പേസ്റ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇത് പുറത്ത് കിട്ടി, കണ്ടെയ്നറിന്റെ പുറത്ത് കിട്ടി. ഇതിനകത്ത് നമ്മൾ ഈ ഫ്ലെക്സിന്റെ കൂടെ തന്നെ നമ്മൾ കണ്ടെയ്നർ എന്ന് പറഞ്ഞ ക്ലാസ് കൊടുക്കുകയാണെങ്കിൽ കണ്ടോ, അത് ഇവിടെ വന്ന് നിന്നു. ഇനി നമുക്ക് ഇതിനെ ഈ എൻഡിലേക്ക് മാറ്റണം. ബാക്കി ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ബാക്കി ഇമേജസ് കൂടെ ആഡ് ചെയ്യാം, എന്നിട്ട് നമുക്കത് ചെയ്യാം. മൊത്തം 3 എണ്ണം വേണം. ആൻഡ് ഇവന്മാർക്കൊക്കെ ഒരു ഹാഷ് ഇട്ട് കൊടുക്കാം. ആൻഡ് ഈ ഗ്ലോബ് മാറ്റിയിട്ട് നമുക്ക് എന്താ ഇനി ആവശ്യമുള്ളത്, home.svg വേണം. ഇവിടെ നമുക്ക് എന്താ ആവശ്യമുള്ളത്, logout.svg അല്ലെ. ഇത്രയാണ് നമുക്ക് വേണ്ടത്. സോ ആ 3 സാധനങ്ങൾ ഇവിടെ വന്നു. കുറച്ചൊന്ന് സ്പേസ് വരെ തമ്മിൽ ഒന്ന് വേണം. സോ ഞാൻ ഇവിടെയും ക്ലിക്ക് ചെയ്തിട്ട് ക്ലാസ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ പാഡിങ് കൊടുക്കാം അല്ലെങ്കിൽ മാർജിൻ കൊടുക്കാം. ഈ കേസിൽ ഞാൻ മാർജിൻ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഹൊറിസോണ്ടൽ മാർജിൻ ആണ്. സോ MX ഞാൻ ഒരു 1 കൊടുത്തു. 1 പോരാ, ഒരു 2 കൊടുത്തു. 2 is kind of okay അല്ലേ. ഇനി നമുക്ക് താഴേക്കും കൂടെ കുറച്ച് സ്പേസ് വേണം. 2 അല്ല, നമുക്ക് 3 കൊടുക്കാൻ തോന്നുന്നു. 3 കൊടുക്കാം. ഗുഡ്. ഇനി എനിക്ക് തോന്നുകയാണ് ഈ ഒരു ലോഗ് ഔട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ഇപ്പുറത്തേക്ക് കിടക്കട്ടെ എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ലോഗ് ഔട്ടിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് ഒരു 5 കൊടുക്കാം. അപ്പൊ ആ ലോഗ് ഔട്ട് കുറച്ച് അങ്ങോട്ട് മാറി കിടക്കും. കണ്ടോ, അത്രേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് ഈ ഡിവിനെ ഒരു ഇത്തിരി ഒന്ന് പൊക്കി വെക്കണം. ഇത് ഇത്ര ഇങ്ങനെ മുട്ടി കിടക്കണ്ട. സോ ഞാൻ ഇവിടെ ഒരു മാർജിൻ ബോട്ടം ഒരു 1 ഇട്ട് കൊടുത്തു. അപ്പൊ അതൊന്ന് താണു. കണ്ടോ, ഒരു 2 കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് താണു. നിങ്ങൾ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം. ഇപ്പൊ ഇത് കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ലുക്കിംഗ് ആയി. ഇവന്മാരെ മൊത്തം നമുക്ക് ഈ സൈഡിലേക്ക് മാറ്റാം. ഇവിടെ അല്ല ഇത് വേണ്ടത്, ഈ സൈഡിലേക്ക്. കണ്ടോ, ഈ സൈഡിലേക്ക് കിടക്കണം. സോ അങ്ങോട്ടേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഫ്ലെക്സ് നമ്മൾ കൊടുത്തത് കൊണ്ട് തന്നെ ഇനി നമുക്ക് ഈ ഫ്ലെക്സ് കൊടുത്താൽ മാത്രം ഉണ്ടാവുന്ന ഒരു ഫ്ലെക്സ് പ്രോപ്പർട്ടിയാണ് ജസ്റ്റിഫൈ കണ്ടന്റ് എൻഡ് എന്ന് പറഞ്ഞിട്ട്. സോ ഇത് അവരങ്ങോട്ട് പോയി. ഡൺ, പരിപാടി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ നോക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഈ അറ്റത്തേക്കാണ് കിടക്കണേ. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഈ ഒരു സ്പേസും ഈക്വൽ ആണ്. സോ ഞാൻ ചെയ്യാൻ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ MX5 പകരം എനിക്ക് മാർജിൻ ലെഫ്റ്റ് അല്ലെങ്കിൽ മാർജിൻ സ്റ്റാർട്ട് എന്നാ പറയാ. ലെഫ്റ്റിന് നമ്മൾ സ്റ്റാർട്ട് എന്നും റൈറ്റിന് എൻഡ് എന്നാണ് പറയാ. സോ MS5 എന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പൊ എന്ത് സംഭവിച്ചു, മാർജിൻ ലെഫ്റ്റ് മാത്രം എത്ര കിട്ടി, 5 കിട്ടി. മാർജിൻ റൈറ്റ് ഇല്ലാണ്ടായി. കണ്ടില്ലേ, സിമ്പിൾ അല്ലേ.
സോ അങ്ങനെയാണ് നമ്മൾ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടുത്തെ ഒരു സെക്ഷനും കിട്ടി, ഇവിടുത്തെ ഒരു സെക്ഷനും കിട്ടി, 3 ഐക്കൺസും കിട്ടി. ഈ പറഞ്ഞ പോലത്തെ ഒരു ഡാഷ്ബോർഡ് ആയി. ഇവിടെ ഈ ബാക്കി ഈ കാര്യങ്ങൾ റെൻഡർ ചെയ്യിക്കുന്നത് നമുക്ക് പൈത്തൺ എത്തുന്ന സമയത്ത് അന്നേരം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ഓൾമോസ്റ്റ് ഒരു ഫ്രണ്ട് എൻഡിന്റെ വ്യൂ വരാൻ പോകുന്നത്. ഓൾമോസ്റ്റ് ഇങ്ങനെ ആയിരിക്കും. ഇത് നിങ്ങൾ നാളെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക, ലൈക്ക് നാളത്തെ ക്ലാസ്സിന് മുന്നേ ആയിട്ട് ഈ ഒരു സംഭവം നിങ്ങളുടെ ലാപ്ടോപ്പ് ചെയ്തിട്ട് വരിക. എന്നാലും നമുക്ക് ഇത് എങ്ങനെ ജാങ്കോയിലേക്ക് ഇടാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ പറയാൻ പറ്റും. ഓക്കെ, ശരി.